ഇത് 2012 സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 1,05,000 കിലോമീറ്റർ. ഓ, ഡീസലാണോ? ഡീസൽ വണ്ടി. ഇത് 2010 തേർഡ് ഓണർ വണ്ടി. LXI വാഹനമാണ്. തേർഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 95,000 കിലോമീറ്റർ. ഇത് 2000 AC വണ്ടി. 800. ഓണർഷിപ്പ് തേർഡ് നിലവിൽ തേർഡ് ഓണർ. ഇത് 2010 ടാറ്റ ഇൻഡിഗോ CS സിംഗിൾ ഓണർ. ഇത് 2009 സെക്കൻഡ് ഓണർ. റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2029 വരെ പേപ്പറുണ്ട്. 5 സീറ്റ് വണ്ടി. ഇത് 2000 നിലവിൽ ഫോർത്ത് ഓണർ. സാൻഡ്രോ AC വണ്ടി. ഇത് 2002 മിലിറ്ററി റീവണ്ടിയാണ്. MBFI 4 വീല്. ഇത് 2008 സെക്കൻഡ് ഓണർ. 78,000 കിലോമീറ്റർ. റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 28 നവംബർ വരെ പേപ്പറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര കരിക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് കൊട്ടാരക്കരയിൽ നിന്ന് ആയൂരിലോട്ടൊക്കെ പോകുന്ന വഴിക്കാണ് കരിക്കം. CY യൂസ്ഡ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകരെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല വണ്ടികൾ നോക്കുന്നവർ, അതായത് ക്രെട്ട ലെവലുള്ള വണ്ടികൾ നോക്കുന്നവർ ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം രണ്ടും ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഒരു 35,000 രൂപയ്ക്ക് AC കാറുകൾ എന്ന് പറഞ്ഞ് നോക്കുന്ന അത്രയും ലോ റേഞ്ച് നോക്കുന്നവർക്ക് വരെ നോക്കാവുന്ന ഒരു ഷോപ്പാണ്. ഇഷ്ടം പോലെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് എനിക്ക് തോന്നുന്നു ഒരുപാടുള്ളത്. മറ്റേത് കുറവാണ്. പക്ഷേ എന്നാലും ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും തൃപ്തിയാവുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിലയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 35,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കേട്ട് നോക്കുക. നിങ്ങളുടെ നാട്ടിൽ വില കുറവാണോ എന്നുള്ളത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വില വിവരം കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇവിടുത്തെ ഓണർ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ ഇപ്പം നമ്മൾ 3-4 മാസമായിട്ട് ചെയ്യുന്നില്ലല്ലേ? 3-4 മാസമായി. ഓക്കെ. അപ്പോൾ ചേട്ടാ പേര് ഞാൻ മറന്നുപോയി. പേര് ജോബിൻ. 3-4 മാസമായപ്പോൾ മറന്നുപോയി. അപ്പോഴേ ഈ സ്ഥാപനം എവിടെയാണ് കറക്റ്റ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു. ഇത് വഴി എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം MC റോഡ് കറക്റ്റ് 3 കിലോമീറ്റർ. MC റോഡ് സൈഡിൽ തന്നെയാണ് വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡ്. അതായത് പിന്നെ ഒരു ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ ഒരു റിലയൻസിന്റെ പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ. ഓക്കെ. ഇപ്പം നമ്മൾ ഈ 35,000 രൂപ തൊട്ടുള്ള വണ്ടികൾ മുതൽ എത്ര രൂപ വരെയുള്ള വണ്ടി ഇപ്പം നിലവിൽ കിടപ്പുണ്ട്? 35,000 മുതൽ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 7 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ കിടപ്പുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പം ഇത്തവണ ചോദിക്കാൻ പോകുന്നത് ലാസ്റ്റ് പ്രൈസ് ആണോ, ഐ മീൻ നമ്മൾ ഓഫർ പ്രൈസ് എന്നുള്ള രീതിക്കാണ് പറയാൻ പോകുന്നത്. എന്താ ലോ ബഡ്ജറ്റ് പറയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് പ്രൈസ് ആണോ പറയുന്നത്, അതോ ഷോപ്പിൽ വന്ന് പിന്നെ ബാർഗൈൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ടോ? ഇല്ല, അത് നമ്മൾ ഫൈനൽ പ്രൈസ് എന്ന രീതിയിൽ RC ഉൾപ്പെടെ നമ്മളാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുവാന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം ഇവിടെ വന്നൊരാൾ വണ്ടി നോക്കുമ്പോൾ ഇവരെങ്ങനെയായാലും കുറച്ച് പൈസ അധികം ഇട്ടിട്ടായിരിക്കും ഒരു ബാർഗൈനിങ് വരുമല്ലോ. പക്ഷേ വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങളിത് പ്രത്യേകം പറയണം. വീഡിയോ കണ്ടിട്ട് വരികയാണ്, അപ്പോൾ ഈ പ്രൈസാണ് നിങ്ങൾ വീഡിയോ പറഞ്ഞതെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. അല്ലെങ്കിൽ നേരിട്ട് വരുമ്പോൾ പല ആൾക്കാരും വിലകൾ മാറ്റി പറയുന്നു എന്ന് പരാതിയുണ്ട്. അപ്പം അത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇവർ അറിയുന്നില്ലല്ലോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പറഞ്ഞ പ്രൈസിൽ തന്നെ ആയിരിക്കും വണ്ടി നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികൾ നോക്കാം. ശരി ചേട്ടാ. ഇത് 2010 തേർഡ് ഓണർ വണ്ടി. LXI വാഹനമാണ്. തേർഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 95,000 കിലോമീറ്റർ. 95,000 ജെനുവിൻ കിലോമീറ്റർ തന്നെ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഏത് വർഷമായിരുന്നു? 2010. അപ്പൊ ഇനി പേപ്പറും കാര്യങ്ങളൊക്കെ എത്ര നാൾ? അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ട്. ഉണ്ടോ? എത്ര ഇത് ചോദിക്കുന്നത്? ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത്. 120 കൊടുക്കും. 120. റീപ്ലേസ്മെന്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഐ മീൻ റീപെയിന്റിങ് അങ്ങനെ വല്ല? ഇല്ല, റീപെയിന്റിംഗ് ഇല്ല. കമ്പനി പെയിന്റ് തന്നെയാണ്. ഈ കിടക്കുന്ന കണ്ടീഷനിലല്ലേ കൊടുക്കുന്നത്? എല്ലാ വാഹനങ്ങളും നമ്മൾ നിലവിൽ കിടക്കുന്ന കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. ഇപ്പം ഈ ലോ ബഡ്ജറ്റ് വണ്ടി അല്ലാതെ നല്ല വണ്ടി, അതായത് വിലയുള്ള വണ്ടികൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി കൊടുക്കൂ. നമ്മളത് വാറണ്ടി തന്നെ കൊടുക്കും. അല്ല, അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ റീപ്ലേസ് ഉള്ള വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അപാകത ഉണ്ടെന്ന് വെയ്, പെയിന്റിങ്ങിന്റെയോ അങ്ങനെ എന്തെങ്കിലും, അപ്പൊ ഇച്ചിരി പ്രൈസ് ആവുന്ന വണ്ടി എന്നുണ്ടെങ്കിൽ അത് പെയിന്റ് ചെയ്ത് കൊടുക്കുമെന്ന് അത് നമ്മൾ കസ്റ്റമറോട് ചോദിക്കും. ഇത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാം. ഈ നമ്മൾ പറയുന്ന ബഡ്ജറ്റിൽ നിന്നും ചിലപ്പോൾ ആ പെയിന്റിങ്ങിന്റെ പൈസ അവർ തരുവാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ വണ്ടി വൃത്തിയാക്കാൻ ഇട്ടേക്കുന്നത്. ഇത് 2012 സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 1,05,000 കിലോമീറ്റർ. ഓ, ഡീസലാണ്. ഡീസൽ വണ്ടി. കോട്രാ ജെറ്റ്. ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ? ടൈമിംഗ് ബെൽറ്റ് എല്ലാം മാറിയതാണ്. ഹെഡ് ഉൾപ്പെടെ പണിതാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഏതാ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് തുടക്കം തന്നെ പറയും ഇതിന് എന്നാ കംപ്ലൈന്റ് ഉണ്ടെന്ന്. ഓക്കെ. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും ചേട്ടാ? ഇത് 20 മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും. ഡീസൽ ആണല്ലേ? കോട്രാ ജെറ്റാണ്. AC ഒക്കെ എങ്ങനെയാണ്? നല്ല രീതിയിൽ AC അല്ല, നല്ല കൂളിംഗ്, നല്ല പക്കാ AC. ഏത് വർഷമായിരുന്നു ഇത്? 2012. അപ്പൊ ഇനി പേപ്പർ 2027 വരെ ഉണ്ട്. 2027 വരെ, 27 ഡിസംബർ വരെ ഉണ്ട്. ലാസ്റ്റ് വരെ ഉണ്ട്. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് കിടക്കണം കേട്ടോ. ബാക്ക് ടയർ രണ്ടും കൊള്ളാം, ഫ്രണ്ട് ആവറേജേ ഉള്ളൂ. കിടക്കുന്ന കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ പെയിന്റിന്റെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത് വണ്ടി ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് സമയം കിട്ടാൻ. ഇന്ന് വന്ന വണ്ടി. ഓക്കെ, ഈ കിടക്കണേ അല്ലേ? അത് റീപെയിന്റ് ചെയ്ത് തരും. നമ്മൾ റീപെയിന്റിങ് ചെയ്യുമ്പോഴേ ചില ആൾക്കാർ പറയുന്നുണ്ട് ലോ പെയിന്റിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ്? നല്ല പെയിന്റിംഗ്? അത് നമ്മൾ കസ്റ്റമർ വരുമ്പോൾ അവരോട് ചോദിക്കും, ഇത് നിങ്ങൾ പെയിന്റ് ചെയ്യുന്നോ നമ്മൾ പെയിന്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കസ്റ്റമറോട് ഡയറക്റ്റ് വർക്ക്ഷോപ്പിൽ പോയി ആ വർക്ക്ഷോപ്പിൽ ആ പെയിന്റ് ചെയ്യുന്ന ആളുമായിട്ട് അവർ കോൺടാക്ട് ചെയ്താണ് ചെയ്യുന്നത്. നമ്മുടെ പ്രൈസിന് ചെയ്യും, ചെയ്യും. അപ്പം നമുക്ക് തീരുമാനിക്കാം നല്ല പെയിന്റ് വേണം, കസ്റ്റമറിന് തീരുമാനിക്കും. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ഫൈനൽ 1.25 കൊടുക്കാം. 1.25 ലാസ്റ്റ് പ്രൈസ് ആണ്? ലാസ്റ്റ് പ്രൈസ് അല്ല, നമ്മൾ പറയുന്നല്ല, ലാസ്റ്റ് പ്രൈസ് ആണ്. ഇത് 2000 നിലവിൽ 4th ഓണർ സാൻഡ്രോ AC വണ്ടി. പവർ സ്റ്റിയറിംഗ് ഇല്ല, നോർമൽ ഇതാണ്. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. AC പക്ക കൂളിംഗ് ആണ്. ഇൻഷുറൻസ് പുതിയതാണ്, 2 ദിവസം മുമ്പ് എടുത്ത ഇൻഷുറൻസ് ആണ്. നമുക്കൊരു 40 രൂപയ്ക്ക് കൊടുക്കാം. 40 രൂപ? വെറും 40 രൂപയ്ക്ക് ഒരു സാൻഡ്രോ. ഇതിപ്പോ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ ചോദിക്കുന്നേ, ഓട്ടിച്ച് പഠിക്കുക എന്നുള്ള രീതിക്കാണ്? ഒരിക്കലുമല്ല, നമുക്ക് ഒരു സാധാരണ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്നതല്ല. ഉറപ്പുണ്ടോ ആ രീതിക്ക് ഉപയോഗിക്കാൻ? 100%. നമ്മൾ പ്രത്യേകിച്ചും എഞ്ചിൻ ക്വാളിറ്റി നോക്കി എടുത്തേക്കുന്നു. എഞ്ചിനൊക്കെ പക്കയാണ്? എഞ്ചിൻ എല്ലാം പക്കയാണ്. വേറെ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? റീപ്ലേസ് ഇതിനുണ്ട്. ഇതിന്റെ ബാക്ക് ഡോർ ഡിക്കി റീപ്ലേസ് ആണ്. എങ്ങനെയാണ്? മേജർ ആക്സിഡന്റ് അങ്ങനെ വല്ലതാണോ? അത് ചിലപ്പോൾ അറിയത്തില്ല. ഓക്കെ. വേറെ ഭാഗങ്ങളിലൊന്നും കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. എഞ്ചിനാണ് മെയിനായിട്ടും പറയുന്നത്. എഞ്ചിൻ 100% ഗ്യാരണ്ടിയുള്ള നമുക്ക് തരാൻ പറ്റും. 40 രൂപ? 2000 മോഡൽ സാൻഡ്രോ. 2000 മോഡൽ. ഇത് എന്താ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,06,000 കിലോമീറ്റർ. ഒന്ന് കഴിഞ്ഞ്. ഇത് 2000 നോൺ AC ആണ്, സ്റ്റാൻഡേർഡ് 800. ഇത് നമുക്ക് 35 രൂപയ്ക്ക് കൊടുക്കും. 35? ഈ സീറ്റ് കവറൊക്കെ ചെറിയ അപാകതകളുണ്ടല്ലോ, കീറി ഇരിപ്പുണ്ടല്ലോ. നമ്മൾ ഒരു കാര്യമുണ്ട്, ആ വിലക്കില് വാഹനം കൊടുക്കുന്നത്. അതെ, ഒരു 35 രൂപയ്ക്ക് കൊടുക്കുമ്പം അതുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അതെ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെടും അത് ക്ലിയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ പേയ്മെന്റ് കൊടുക്കാതെ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. സ്റ്റീരിയും കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് ബാക്ക് ടയർ നല്ല ടയറാണ്, കുഴപ്പമില്ല. ഫ്രണ്ട് ആവറേജ് ടയർ. റീപെയിന്റ് കയറിയിട്ടുണ്ട് അല്ലേ? ഇത് ബോണറ്റ് റീപെയിന്റ് ആണ്. ഇടിച്ച് അങ്ങനെ മാറി വല്ലാണോ? അല്ലല്ല, ബോണറ്റ് റീപെയിന്റ് ആണ്, റീപ്ലേസ് ആണ്. എങ്ങനെയാണ്? ഒന്ന് ബോണറ്റ് തുറന്ന് കാണിച്ചു തരാം. മേജർ ആക്സിഡന്റോ അങ്ങനെ വല്ല ആണോ എന്നൊന്നും അറിയാനേ. അപ്രോണും കാര്യങ്ങളും കാർബറേറ്റ് ആണ്. അബ്രോൺ ഒന്നും പൊട്ടിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ബാറ്ററി വെച്ചേക്കണല്ലേ? വേറെ അകത്തോട്ട് വലിയ ഇടി വന്നതായിട്ട് തോന്നുന്നില്ല. ഇല്ല. ക്രോസ് ബാർ ഒന്നും പൊട്ടിട്ടില്ല. ഓക്കെ. എത്രയാണ്? 35 രൂപ അല്ലേ? AC അല്ല? നോൺ AC അല്ല. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളുണ്ട്? ഇതിന്റെ പേപ്പർ 2025 സെപ്റ്റംബർ വരെ. ഇത് 2000 AC വണ്ടി, 800. ഓണർഷിപ്പ് തേർഡ്. നിലവിൽ തേർഡ് ഓണറാണ്. കിലോമീറ്റർ ഒക്കെ എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെഞ്ചുറിക്ക് അടുത്തെത്തി. 2000 കിലോമീറ്റർ ആകുമ്പോൾ സെഞ്ചുറി ആവും. സ്റ്റീരിയോ ഉണ്ട്. AC വർക്ക് ചെയ്യോ? AC വർക്കിംഗ്. കൂളിംഗ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടോ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി, നല്ല നീറ്റ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 45 രൂപയ്ക്ക് കൊടുക്കാം. 45. ആവറേജ് ടയേഴ്സ് ആണ്. 45,000 രൂപയ്ക്ക് AC. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളുണ്ട്? ഇത് 2025 ഫെബ്രുവരി വരെ ഉണ്ട്. ഇതിന് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനും ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം? അല്ല ബോണറ്റ് ഒന്നും കുഴപ്പമില്ല. ബോണറ്റ് ഒന്നും കുഴപ്പമില്ല. അല്ല വന്ന് തട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വേറെ അപാകതകൾ കാര്യങ്ങളില്ല. മറ്റു അപാകതകളൊന്നുമില്ല. AC വണ്ടി 40,000. 45,000. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ? അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ലാസ്റ്റ് പ്രൈസ് ആണ്. നമ്മൾ ഈ പറയുന്ന ഒരു സൈക്കിളിന്റെ പ്രൈസാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു ഗിയർ ഉള്ള സൈക്കിളിന്റെ പ്രൈസാണ് നമ്മളൊരു കാർ കൊടുക്കുന്നത്.
ഇത് 2012 സിംഗിൾ ഓണറാണ്. വണ്ടി ഏതാണ്? ഇത് ഷവർലെറ്റ് സെയിൽ. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്? അല്ല മാനുവലാണ്. റീപ്ലേസ്മെന്റ്സോ അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുള്ള് കമ്പനി ഹിസ്റ്ററി വണ്ടിയാണ്. 1,10,000 കമ്പനി ഹിസ്റ്ററി. ഇത് എന്തോ ഓടി? ടോട്ടൽ 1,26,000 ഓടിയിട്ടുണ്ട്. 1.15 നമ്മൾ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. AC ഒക്കെ അത്യാവശ്യം നല്ല AC പക്ക ക്വാളിറ്റി വണ്ടിയാണ്. മൈലേജ് ഒക്കെ എങ്ങനെ ആയിരിക്കും? മൈലേജ് അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ കിട്ടും. ഡീസലാണ് വണ്ടി. ടയർ അല്പം മോശമാണ് കേട്ടോ. ടയർ മുട്ടയെന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് ടയർ മോശം, എന്നാലും ആവറേജേ ഉള്ളൂ. ഇത് പൊട്ടിയതാണോ? അല്ല, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റീപ്ലേസ് ചെയ്താൽ കൊടുക്കുന്നത്. വേറെ അപകടങ്ങൾ എന്തെങ്കിലും? മറ്റു അപകടങ്ങളൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല. ഈ ടയേഴ്സ് എല്ലാം ആവറേജ് ടയേഴ്സ് ആണ്. ഈ ടയേഴ്സ് മാറി കൊടുക്കൂ? ടയേഴ്സ് കസ്റ്റമർ വന്നാൽ നമ്മുടെ റേറ്റിന് നമ്മൾ എടുത്ത് കൊടുക്കാം. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,20,000 രൂപ കൊടുക്കാം. 1,20,000 ലാസ്റ്റ് പ്രൈസ് ആണ്? ലാസ്റ്റ് പ്രൈസാണ്. സിംഗിൾ ഓണറാണ്. ടയർ മാറി 1,20,000? ഇല്ല, ടയർ പിന്നെ കസ്റ്റമറോട് വന്നതിന് ശേഷം നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇത് 2010 ടാറ്റ ഇൻഡിഗോ CS സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ എന്തോ? കിലോമീറ്റർ 1,02,000 കിലോമീറ്റർ. സെഞ്ചുറി അടിച്ചത്. സെഞ്ചുറി ആയി. ഇപ്പോൾ ടൈം എഞ്ചിനും കാര്യങ്ങളൊക്കെ അത് മാറിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. അത്യാവശ്യം ഇച്ചിരി അകമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാറുണ്ട്. ഇപ്പം സർവീസ് ചെയ്ത് ഇതൊക്കെ ക്ലീൻ ആക്കിയല്ലേ കൊടുക്കുള്ളൂ? അതത്രേ ഉള്ളൂ. കാര്യം നമുക്ക് വാഹനങ്ങളൊക്കെ ഇന്നലെ വന്നതേ ഉള്ളൂ. പുതിയതായിട്ട് സ്റ്റോക്ക് കയറിയതേ ഉള്ളൂ. ഇതിന്റെ ടയർ കൊള്ളാം കേട്ടോ. നല്ല ടയർ നല്ലതാണ്. ഇൻഷുറൻസും പുതിയതാണ്. ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. 2010 അല്ലേ? 2010. അപ്പോൾ 25 വരെ ഇനി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. ഈ ചെറിയ ഓരയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യൂ? അത് പിന്നെ കസ്റ്റമർ പറഞ്ഞാൽ പൊളി ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. 65 രൂപ. AC കാര്യങ്ങളൊക്കെ പക്ക? എല്ലാം പക്ക. യാതൊരു തരം അപകടങ്ങളും ഇല്ല? ഒരു അപകടമില്ല. ഇത് 2004 റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2028 നവംബർ വരെ പേപ്പറുണ്ട്. 2028 വരെ ഉണ്ട്? 28 നവംബർ വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് 85 രൂപ കൊടുക്കാം. 85. എന്തെങ്കിലും കുറയോ? അതിൽ കുറയാൻ ഒക്കത്തില്ല. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. അങ്ങനെ. അതുകൊണ്ട് ആ ടെസ്റ്റിന്റെ പൈസയൊക്കെ മുതലാവണമെങ്കിൽ ആ വില വരണം. അതെ. ഇത് സ്കോഡ റാപ്പിഡ് 2012 സെക്കൻഡ് ഓണർ. ഈ ടയറൊക്കെ ആവറേജ് ടയേഴ്സ് ഉണ്ട്. ഡീസലാണോ? ഡീസലാണ്. അത്യാവശ്യം നല്ല പൈസ ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നല്ലേ? വൃത്തിയായി കിടക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഒന്ന് വൃത്തിയാക്കാൻ സമയം കിട്ടിയുള്ളൂ. മറ്റേതൊക്കെ ന്യൂ സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഒന്നും വൃത്തിയാക്കാൻ പറ്റാതെ പോയത്. ഇത് കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കിൽ? ഇത് കയ്യിലുള്ളതായിരുന്നു. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 88,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ടയറൊക്കെ അത്യാവശ്യം നല്ല വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് മൈലേജ് എങ്ങനെ കിട്ടും? ഇത് മൈലേജ് അത്യാവശ്യം ഒരു 18-19 കിട്ടും. അത്രയുണ്ട്? റീപ്ലേസ്മെന്റ്സ് അങ്ങനെ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചോദ്യം? ഇത് നമുക്ക് 3.25 കൊടുക്കാം. 3.25 ലാസ്റ്റ് പ്രൈസ് ആണ്? ലാസ്റ്റ് പ്രൈസ് ആണ്. ഇത് 2008 സെക്കൻഡ് ഓണർ, 78,000 കിലോമീറ്റർ. റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 28 നവംബർ വരെ പേപ്പറുണ്ട്. പുതിയതായിട്ട് റീടെസ്റ്റ് കഴിഞ്ഞതാണല്ലേ? റീടെസ്റ്റ് കഴിഞ്ഞതാണ്. 2028 നവംബർ വരെ പേപ്പറുണ്ട്. ക്വാളിറ്റി വണ്ടി, സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? ഒന്നുമില്ല. സ്റ്റീരിയോ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, VXI ടോപ്പ് വണ്ടി. ടയർ അത്ര അങ്ങോട്ട് പോരാ? അല്ല, ഫ്രണ്ട് ടയർ രണ്ടും പുതിയ ടയറാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല? എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,50,000 രൂപ കൊടുക്കും. 2008. ഇത് 2009 സെക്കൻഡ് ഓണർ. റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2029 വരെ പേപ്പേഴ്സ് ഉണ്ട്. 5 സീറ്റ് വണ്ടി. ടാക്സ് പുതിയത്, ഇൻഷുർ പുതിയത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,00,000 രൂപയ്ക്ക് കൊടുക്കും. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 78. പുതിയ ടയറാ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ? ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഇത് 2005 ഇന്നോവ G ബേസ് മോഡൽ. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 2,65,000. എത്ര? 2,65,000 കിലോമീറ്റർ. ടൊയോട്ട വണ്ടിയില്ല, ഇന്നോവ ഒരു കിലോമീറ്ററേ അല്ലത്. ഇത് എത്രാമത്തെ ഓണർഷിപ്പാ? ഇത് നിലവിൽ തേർഡ് ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? ടച്ച് സ്ക്രീൻ ഉണ്ട്. മറ്റേ സ്പ്ലിറ്റേഴ്സ് വെച്ചിട്ടുണ്ട്.
എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.25 കൊടുക്കാം. ബാർഗൈനിങ് ഇല്ല. ബാർഗൈനിങ് ഇല്ല. ആ, യാതൊരു തര അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്തില്ല. ഒരു ഇന്നോവ 2.25 കിട്ടുമെന്ന് പറഞ്ഞാലേ 2005 മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ 26 ഫെബ്രുവരി വരെ ഉണ്ട്. അത്രയുണ്ട്. ഇൻഷുറൻസ് 2025 ജനുവരി വരെ ഉണ്ട്. മൈലേജ് ഇന്നോവയ്ക്ക് 10-11 അത് സ്വാഭാവികമാണ്. ഇത് 2011 സെക്കൻഡ് ഓണർ ഫിയറ്റ് പുണ്ടോ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. 66,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? പക്ക ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് വേരിയന്റ് ടോപ്പ് ആണോ മിഡിലാണോ? ഇത് മിഡില്. ഇതിപ്പോ ഡീസൽ ആണോ? ഡീസൽ. ഈ ടയറൊക്കെ അത്യാവശ്യം മോശമല്ലാത്തതുകൊണ്ട് മൈലേജ് എങ്ങനെയായിരിക്കും? ഇത് മൈലേജ് 22 കിലോമീറ്ററോളം കിട്ടും. ഇത് സ്വിഫ്റ്റ് ഡീസലിന്റെ അതേ എഞ്ചിൻ തന്നെ. ഇത് എത്ര ഓടിയെന്നാ പറഞ്ഞത്? ഇത് 66. വേറെ അപാകതകളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,15,000 രൂപ കൊടുക്കും. 15. ലോൺ കിട്ടും ഇതിന് ലോൺ കിട്ടും. എങ്ങനെ ഇറക്കാൻ പറ്റും? ആദ്യം എത്ര അടയ്ക്കണം? നമുക്കൊരു 40 ഡൗൺ പേയ്മെന്റ് എന്നാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കും. എത്ര വർഷം വരെ കിട്ടും? അത് 2 വർഷം വരെ ചെയ്യും. 2 വർഷം. ഇത് 2002 മിലിറ്ററി റീവണ്ടിയാണ്. MBFI 4 വീല് ജിപ്സിയാണല്ലോ. ടയറൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഇത് എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 92 ജെന്യൂൻ കിലോമീറ്റർ. റീവണ്ടിയാണ്, മിലിറ്ററി വണ്ടിയാണ്. നമ്മളെ കേരളയിലോട്ട് മാറ്റിയിട്ടുണ്ടോ? കേരള മാറ്റി 2002 മാറ്റിയതാ. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 3,20,000 രൂപ കൊടുക്കും. 4 വീലാണ്. 4 വീല് നല്ലപോലെ പണിതിട്ടേക്കും. നല്ല എഞ്ചിനെല്ലാം പക്ക വാറണ്ടി കൊടുക്കും. ഈ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ടേ വണ്ടി നല്ല വൃത്തിയായിട്ട് വെച്ചേക്കണം. പവർ വിൻഡോ അല്ലല്ലോ? പവർ വിൻഡോ ഇല്ല, നോർമലാണ്. ഡീസൽ അല്ലേ? അല്ല, പെട്രോൾ. എത്ര കിലോമീറ്റർ കിട്ടും ഇതിന്? കിലോമീറ്റർ ആവറേജ് കുറവാണ്. എന്നാലും എത്ര? ആവറേജ് മാക്സിമം ഒരു 10 കിലോമീറ്റർ ആ റേഞ്ച് വീഴും. എത്ര ചോദിക്കുന്നത്? ഇത് 3,20,000 രൂപ കൊടുക്കും. 3,20,000. 2002. അപ്പൊ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര? പേപ്പർ 2028 വരെ ഉണ്ട്. 28 വരെ. 2016 സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 54,000 കിലോമീറ്റർ. 54. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് സൈഡ് മിറർ ഒരു റീപ്ലേസ് ആണ്, അത് ഓർഡർ ചെയ്തേക്കുവാണ്. ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് വെച്ചേക്കാം. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയാണ്? ഇത് മൈലേജ് ആവറേജ് ഒരു 14-15 കിലോമീറ്റർ ഉണ്ട് കിട്ടും. ഇത് ടോപ്പ് വേരിയന്റ് ആണോ മിഡിലാണോ? ഇത് മിഡില്. ആവറേജ് ടയേഴ്സ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 9 ലക്ഷം രൂപ കൊടുക്കും. 9 ലക്ഷം. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ആദ്യം നമുക്കൊരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്യും. എത്ര വർഷം വരെയൊക്കെ കിട്ടും? 5 വർഷം വരെ ചെയ്യും. 5 വർഷം കിട്ടും. ഈ വേറെ പ്രത്യേക അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ദോസ്ത് LS AC പവർ സ്റ്റിയറിംഗ് വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കൊറിയർ സർവീസിന്റെ വാഹനമായിരുന്നു. 5 വോൾട്ട് വണ്ടിയാണ്, പ്ലേറ്റ് ആണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഇളക്കി മാറ്റിയതാണോ? അല്ല. ഇവിടെ അത് പിന്നെ ഇതിനോട് റിപ്പയർ കൊടുത്തിരുന്നു. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,20 കൊടുക്കും. വേറെ അപാകതകൾ? മറ്റ് അപാകതകളൊന്നുമില്ല. കൊറിയർ സർവീസ് ഓടിയ വണ്ടിയാണ്. നല്ല ടയേഴ്സ് ആണ്. നല്ല ടയർ, വണ്ടി ഹൈ ക്വാളിറ്റി. വാറണ്ടി കൊടുക്കാം. എത്ര വർഷം? നമുക്കൊരു കിലോമീറ്റർ വാറണ്ടി കൊടുക്കാം. എങ്ങനെയാണ്? 10,000 കിലോമീറ്റർ വാറണ്ടി കൊടുക്കാം. എത്ര ചോദ്യം? നമുക്കൊരു 6,20 കൊടുക്കും. 6,20. ലാസ്റ്റ് പ്രൈസ് ആണ്? ലാസ്റ്റ് പ്രൈസ്. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്കൊരു 1.5 ലക്ഷം രൂപയോളം കയ്യിലുണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്യും. 2017 മഹീന്ദ്ര ജീത്തോ സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 94. ജെന്യൂൻ കിലോമീറ്ററും കാര്യങ്ങളാണ്? ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ. റീടെസ്റ്റ് ആയി കിടക്കാണ്, ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയാണ്? ഇത് മൈലേജ് ഭയങ്കര 25 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന വാഹനം. വണ്ടി എന്തെങ്കിലും അപാകത? മറ്റപാകത്തൊന്നുമില്ല. ഇത് പെയിന്റിങ് കഴിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ, റീടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. റീടെസ്റ്റിന് വേണ്ടി പുതിയ ടാക്സും പുതിയ ഇൻഷുറൻസും പുതിയ പേപ്പറും എടുത്ത് കൊടുക്കാം. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,70,000 രൂപ കൊടുക്കും. 1,70,000. റീടെസ്റ്റ് ചെയ്തു. ടയർ പുതിയ ടയർ. റീടെസ്റ്റിന് വേണ്ടി ഇപ്പോൾ മേടിച്ചിട്ട് പുതിയ ടയർ.
അതും നല്ല ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സാണ്. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് പ്രൈസാ പറഞ്ഞത്. എത്രയാണ്? 170 കൊടുക്കും. 170. എത്ര മണി നമുക്ക് ഇറക്കാൻ പറ്റും? നമുക്കൊരു 30 രൂപ കയ്യിലുണ്ട്, ബാക്കി ഫിനാൻസ് ചെയ്യും. എത്ര വർഷം വരെ കിട്ടും? ഇതൊരു 3 വർഷം മുതൽ 5 വർഷം വരെ ചെയ്യാം. കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. 35,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികൾ മുതൽ ക്രെട്ട വരെയുള്ള വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വിളിക്കാനും വണ്ടികൾ കണ്ട് ഇഷ്ടപ്പെട്ടവരായിട്ടുള്ളവരെല്ലാം വിളിച്ച് നല്ല നല്ല വണ്ടികൾ ബുക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോവുക. എല്ലാത്തിലും ഉപരി യൂസ്ഡ് കാറാണ്, പഴയ വണ്ടികളാണ് തോനെ കാണിച്ചത്. അപ്പം നല്ലൊരു മെക്കാനിക്കലിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എടുത്തുകൊണ്ട് പോകാൻ. അല്ല കഴിഞ്ഞ ഒരു ദിവസം ഒരു ചേട്ടൻ, കുറ്റം പറഞ്ഞല്ല, പക്ഷേ ആ ചേട്ടൻ ആദ്യം നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എന്നെ ചീത്ത വിളിച്ചേനെ എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു. ഏതോ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്, നല്ല വണ്ടിയാണെന്നൊക്കെ ഞാൻ കാണിക്കുമ്പോൾ കാണുന്നതല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി നോക്കിയപ്പോഴത്തേക്കും പെയിൻറ്റിങ്ങിന് അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ അറിയാവുന്നവർ നല്ലൊരു മെക്കാനിക്കലായിട്ട് വന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ വണ്ടിയുടെ ഭംഗിയും വണ്ടിക്ക് പുറമേ ഉള്ള കാണുന്ന ഫാൾട്ടുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ, ഇന്ന കംപ്ലൈൻറ്റ് ഉണ്ട് മാറ്റി തരുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ. അല്ലാതുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് തന്നെ നോക്കി നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അല്ലാതെ എല്ലാ A to Z കാര്യങ്ങളും കണ്ടുപിടിച്ച് പറഞ്ഞു തരാൻ എനിക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണും എന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.